മുണ്ടത്തിക്കോട് വെടിക്കെട്ടപകടത്തിൽ കാണാതായവർക്കായി വയലുകളിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. കെടാവർ നായ്ക്കളെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ഡോഗ് സ്ക്വാഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ വയലുകളിൽ പരിശോധന തുടരുകയാണ്. തിരച്ചിലിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകും. അർജുൻ, കെടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പുരോഗമിക്കുമ്പോൾ നേരത്തെ 24 ശരീരാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണോ മനസ്സിലാക്കാനാകുന്നത്? ഒപ്പം ഇപ്പോൾ പൊട്ടാതെ കിടന്ന സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ അവിടം അപകട സാധ്യത ഇപ്പോഴും നിൽക്കുന്നു അല്ലേ അർജുൻ? സ്മൃതി, അങ്ങനെ തന്നെയായിരുന്നു സാഹചര്യം. രാവിലെ 7 മണി മുതലാണ് ഈ കാണുന്ന അപകട സ്ഥലത്ത് കെടാവർ നായകളെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയത്. പോലീസ്, ഫോറൻസിക് സംഘം, അതോടൊപ്പം തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ളവരും ഇവിടെ പരിശോധന നടത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മേഖലയിൽ നിന്ന് കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കൈയുടെ ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ സ്കിൻ അടക്കമുള്ള ഭാഗങ്ങളൊക്കെ തന്നെ കണ്ടെത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ താൽക്കാലികമായി പോലീസിൻ്റെയും കെടാവർ നായകളുടെയും പരിശോധന ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ സ്ഫോടക വസ്തുക്കൾ അത്തരത്തിൽ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളതാണ്. പക്ഷേ അത് ഉടൻ തന്നെ ഫയർഫോഴ്സിൻ്റെയും ബോംബ് സ്ക്വാഡിൻ്റെയും സഹായത്തോടുകൂടി നിർവീര്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ അത്തരം ആശങ്കക്കുള്ള സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അല്പസമയം മുമ്പാണ് DGP ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി മടങ്ങിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആകെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എണ്ണം 34 എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയാണ് 34 പേർ ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കണക്ക്. ഇപ്പോൾ DGP പറയുന്ന കണക്കനുസരിച്ച് 9 പേരുടെ മരണം കൃത്യമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ 13 പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. 10 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. അതോടൊപ്പം തന്നെ 2 പേർക്ക് നിസ്സാര പരിക്കുകളോടെ അവർ ഡിസ്ചാർജായി പോവുകയും ചെയ്തു. അത്തരത്തിലാണ് ഒരു 34 പേരുടെ കണക്കിപ്പോൾ പോലീസ് പറയുന്നത്. ഇതിൽ തിരച്ചിൽ, കെടാവർ നായ്ക്കളെ കൊണ്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ശരീരഭാഗങ്ങൾ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.